ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 17 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായം 2 മുതൽ 8ഉം 10ഉം വാക്യങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1 അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യേശുവിന്റെ വംശാവലിയാണ്. മത്തായി രേഖപ്പെടുത്തുന്ന വംശാവലി ജോസഫിന്റെ വംശാവലിയാണ്. ഈ വംശാവലിയിലൂടെ നമ്മൾ കടന്നുപോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരെ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. യൂദ, ജെസ്സെ, ദാവീദ്, സോളമൻ തുടങ്ങിയ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ ഈ വംശാവലിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യൂദ മുതൽ ആരംഭിക്കുന്ന ഈ രാജപരമ്പരയാണ്. ആ പരമ്പരയിലാണ് യേശു വന്ന് ജനിക്കുന്നത്. യേശു ജനിക്കുന്ന അവസരത്തിൽ ആ രാജഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ ജോസഫ് രാജാവായിരിക്കണം. ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് യേശു രാജാവാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ ഈ പരമ്പരയിൽ 4 സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പൊതുവെ യഹൂദ പാരമ്പര്യമനുസരിച്ച് വംശാവലിയിൽ സ്ത്രീകളുടെ പേരുകൾ രേഖപ്പെടുത്താറില്ല. എന്നാൽ ഇവിടെ 4 സ്ത്രീകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. റാഹാബ്, റൂത്ത്, ബത്ശേബ, താമാർ എന്ന 4 സ്ത്രീകൾ. ഈ 4 സ്ത്രീകളിൽ റാഹാബ്, ബത്ശേബ, താമാർ ഒക്കെ വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്ന സ്ത്രീകളാണ്. റൂത്ത് പൊതുവെ ഒരുവിധം നല്ല ഒരു ജീവിതം നയിച്ചിരുന്ന സ്ത്രീയായി രേഖപ്പെടുത്തുമ്പോ മറ്റു 3 സ്ത്രീകൾ വളരെ മോശപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, യേശു ജനിക്കുന്ന ഈ വംശാവലിയിൽ എങ്ങനെയാണ് ഈ വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന സ്ത്രീകൾ പോലും ഉൾപ്പെട്ടത് എന്ന്. യേശുവിന് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാമായിരുന്നു, തീരുമാനിക്കാമായിരുന്നു. അനാദി മുതലേ യാതൊരുവിധ കളങ്കമില്ലാത്ത ഒരു വംശാവലിയിൽ വന്ന് ജനിക്കാമായിരുന്നു. അതല്ല, മറിച്ച് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് പോലും, ഒരു പാവപ്പെട്ട മനുഷ്യന് പോലും യേശു തന്റെ സ്വന്തമാണെന്ന് പറയാനായിട്ട് അവർക്ക് പറ്റണം. അതുകൊണ്ടാണ് അവന്റെ വംശാവലിയിൽ പാപിനികളായവർ പോലും ആ വംശാവലിയിൽ ഇടം നേടിയിരിക്കുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ബലഹീനനായ മനുഷ്യൻ, അവന് പോലും പറയാൻ സാധിക്കും യേശു എന്റേതാണെന്ന്. 1ാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് യാക്കോബിന്റെ പ്രവചനമാണ്. തന്റെ മക്കളെ കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കുമ്പോ അവിടെ യാക്കോബ് യൂദ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അവന്റെ ഗോത്രം എന്നും നിലനിൽക്കുമെന്ന്. ആ ഗോത്രത്തിലാണ് രക്ഷകനായ യേശു വന്ന് ജനിക്കുന്നതെന്ന് വംശാവലിയിലൂടെ നമുക്ക് മനസ്സിലായി. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളും ബലഹീനരുമാണ് ഞങ്ങൾ എല്ലാവരും. നിന്റെ വംശാവലിയിൽ പോലും പാപികളായ മനുഷ്യർ ഉൾപ്പെടുമ്പോ ഞങ്ങളെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഈശോയെ. ഞങ്ങളുടെ കുറവുകൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞങ്ങളുടെ കുറവുകളിൽ പോലും ഈശോയെ അടുക്കിലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ ഈശോയെ. ഇന്നേ ദിവസം നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോ
ഞങ്ങളുടെ കുറവുകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഈശോയെ. ഒത്തിരിയേറെ മാനുഷികമായ ബലഹീനതകളാൽ വന്നുപോയ ഞങ്ങളുടെ കുറവുകൾ, ഒരുപക്ഷെ ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് സ്നേഹത്തിലല്ലാത്ത ജീവിത സാഹചര്യമായിരിക്കാം. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും കരുതലും കൊടുക്കാതെ പോയ അവസ്ഥകളെ കുറിച്ചായിരിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കുറച്ചും കൂടൊക്കെ കരുതൽ കൊടുക്കാമായിരുന്നു. ഞങ്ങൾക്ക് വന്നുപോയ എല്ലാ കുറവുകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഈശോയെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്കു വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച് ഇന്ന് വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബത്തിനു വേണ്ടി ഞങ്ങൾക്ക് പച്ചപ്പുണ്ടാകാൻ, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ കണ്ണുനീരുകളും കഷ്ടപ്പാടുകളും വിയർപ്പുകളുമാണല്ലോ ഈശോയെ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ. ഈശോയെ, അവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ ഈശോയെ, സമാധാനം കൊടുക്കണേ ഈശോയെ, സന്തോഷം കൊടുക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.